Hi dears, welcome back to my channel. ഇന്നത്തെ വീഡിയോ ചെറുപഴം ഉപയോഗിച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ചെറുപഴം വാങ്ങുന്ന സമയത്ത് ഒരു തവണ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പഴുപ്പായിട്ടുള്ള ചെറുപഴമാണ്. അപ്പോൾ ഇതിങ്ങനെ ഓവറായിട്ട് പഴുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് ചെറുപഴം തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പഴുത്തതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിലൊക്കെ ഓവറായിട്ട് പഴുത്തിട്ടുള്ളത് ഞാനൊന്ന് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര പഴം എടുക്കുക കേട്ടോ. ഞാനിവിടെ എത്രയും പഴം ഇതിനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ കൈ ഉപയോഗിച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് ഉടച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ ഇവിടെ ഇതുപോലെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിരകിയ തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് തേങ്ങ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനിവിടെ ഇത്രയും ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ, ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറുള്ളിയുടെ ടേസ്റ്റ് കുട്ടികൾക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. അത് ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു രുചിയും കൂടി ഉണ്ടാവും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ശർക്കരപ്പാൻ തയ്യാറാക്കിയിട്ട് ഇതുപോലെ അരിച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ ആദ്യം സ്പൂൺ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ടാണ് ഇതുള്ളത്. അപ്പോൾ ഒന്ന് ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അല്പം വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ നട്ട്സ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡ്രിങ്ക് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ അവിൽ മിൽക്കൊക്കെ കഴിക്കുന്ന പോലെ സ്പൂൺ വെച്ച് കോരി കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണിട്ടത്. നല്ല വേനൽക്കാലത്തൊക്കെയാണ് ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തണുപ്പിച്ചിട്ടും കഴിക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിതിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റായിട്ട് അറിയിക്കണം. 100% ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്